നമസ്കാരം. നവകേരള ന്യൂസ് ആയൂർ. ഇത് ആയൂർ ടൗണിലെ ഒരു വഴിയാണ്. ദീൻ ബേക്കറിയുടെയും വാറു സ്റ്റോഴ്സിൻ്റെയും കുമാർ സ്റ്റോഴ്സിൻ്റെയും സൈഡിൽ കൂടെയുള്ള വഴിയാണ്. മാലിന്യം ഇതുവഴി നിറഞ്ഞൊഴുകുകയാണ്. അസഹനീയമായ ദുർഗന്ധമാണ്. പഞ്ചായത്തിനോട് ഇവർ പലവട്ടം പരാതി പറഞ്ഞിട്ടും അനങ്ങാപ്പാറ നയമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇവിടെ നിന്ന് നിൽക്കുവാനോ കച്ചവടം ചെയ്യാനോ ആരും വരുന്നില്ലെന്ന് പരാതിപ്പെടുന്നു. ഇതിനൊരു പരിഹാരം ഉടനടി ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പഞ്ചായത്തിനോടാണ് ആവശ്യപ്പെടുന്നത്. നവകേരള ന്യൂസ് ആയൂർ. അങ്ങോട്ട് എടുക്കണം. ഇദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഈ ഓടയെ കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഈ വെള്ളം കാരണം സഹിക്കാൻ വയ്യ. ജലദോഷവും ശ്വാസം മുട്ടും മൊത്തം കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. ആ മനുഷ്യൻ പറയാനേ ഒക്കെ ഉള്ളൂ. അല്ല, ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അംഗീകരിച്ചു തരാം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കും. മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഒരു ഓർമ്മ കാണിച്ചാൽ മതി. ഇദ്ദേഹം പറയുന്നത് കേട്ടല്ലോ. ഇവിടെ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. മുറുക്കാൻ കച്ചവടം, വെറ്റൽ കച്ചവടമാണ് അദ്ദേഹത്തിന്റെ ജോലി. അവിടെ ചേർന്നാണ് ഈ ഓട അടഞ്ഞു കിടന്ന് ഇതിലേക്ക് ദുർഗന്ധം വയ്ക്കുന്ന രാസ മാലിന്യങ്ങൾ, അതായത് കക്കൂസ് മാലിന്യം മഴ ഇത് ഒഴിവാണ്. അവിടെ കണ്ടോ, കറുത്ത് ഇരുണ്ട് കിടക്കുകയാണ്. ഇദ്ദേഹം പഞ്ചായത്തിനോട് കുറച്ച് നാൾ കൊണ്ട് പറയുന്നു. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഈ ഗന്ധവും ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ അടുത്ത സ്റ്റോറുണ്ട്, കുമാർ സ്റ്റോറുണ്ട്, അപ്പുറത്ത് വാറു സ്റ്റോഴ്സ്, പല പല കടകളുണ്ട്. അവരെല്ലാം കച്ചവടം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ പഞ്ചായത്തിന് ബുദ്ധിമുട്ട് ഇത്രയും ചെയ്യാൻ? ഈ മാലിന്യം ഇത്രയും നാളുകൊണ്ട് ഒഴുകുകയാണ്. ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നവകേരള ന്യൂസ് ആയൂർ. ഹലോ, നമസ്കാരം. ഹായ്, ഞാൻ ബൈജു ആയൂർ. ഇത് കാണുക, പഞ്ചായത്ത് അധികൃതരെ കുറെ നേരത്തെ ഇത് അറിയിച്ചതാണ്. ഇവിടം മുതൽ ആയൂർ ടൗൺ മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന വാട, അതായത് ഈ മലിനജലം ആയൂർ ടൗൺ മുഴുവൻ ആയിരിക്കുകയാണ്. അപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? മാലിന്യ വിമുക്ത കേരളം എവിടെ? എന്താണത് മനസ്സിലാക്കാത്തത്? ആരാണ് പഞ്ചായത്ത് അധികാരികൾ? പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി പൊതുജനങ്ങൾ തന്നെ പുറപ്പെട്ടു നിൽക്കുകയാണ് ഇവിടെ. ഇത് എത്രയും വേഗം പഞ്ചായത്ത് അധികൃതർ വൃത്തിയാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവനായി ചില സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പറയണം? ഓട കാരണം എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് പരാതികൾ പറഞ്ഞതാണ്, എന്നിട്ടൊന്നും ആരും ശരിയാക്കുന്നില്ല. അതുകൊണ്ട് വേണ്ട നടപടിയെടുക്കണം. പലചരക്ക് വ്യാപാരി കുമാർ സ്റ്റോഴ്സ് ഉടമയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉപഭോക്താക്കൾ ഈ കടയിലേക്ക് വരുന്നത് കുറയുകയാണ്. കാരണം ഇവിടുത്തെ നാറ്റമാണ്. വരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയെങ്കിലും പഞ്ചായത്ത് ശ്രദ്ധിക്കണമെന്ന് നവകേരളം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇവരെ ഒന്നും എടുക്കല്ലേ, വേറെന്തോ എടുക്കും. യൂണിഫോം അവിടെ കാണിക്കുന്നു. അത് കുഴപ്പമില്ല, അവിടെ ഇരിക്കുമല്ലോ. ഒരു വഴിയാണ്, നോക്കുക, മാലിന്യജലം ഒഴുകുന്ന വഴി. ആരാണ് ഇതിന് ഉത്തരവാദി? വാറൂർ സ്റ്റോർ ഉടമ വിൽസൺ മാത്യു ഈ മാലിന്യത്തെക്കുറിച്ച് പറയും. അതെ, മാലിന്യം ഒഴുകുന്ന ഈ വെള്ളത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ മാസങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഇവിടെ ബിസിനസ് ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതിയിലേക്കാണ്. കക്കൂസ് മാലിന്യമാണ് ഇതിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആൾക്കാർക്ക് വരാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ആ ഓട അടഞ്ഞു കിടന്ന് അതിലേക്കൂടാണ് മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അൺലോഡ് തൊഴിലാളികൾ ദിവസം ഇവിടെ വന്ന് ഒരു മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അവരിപ്പോൾ കടയുടെ പുറത്തിരിക്കുന്നില്ല, അവർ കടയ്ക്കകത്തൊക്കെ കയറിയാണ് കിടന്ന് ഉറങ്ങുന്നത്. ആ രീതിയിൽ സ്ഥിതിയിലിരിക്കുകയാണ്. കടയ്ക്കകത്ത് കയറി കിടക്കുകയാണ്.
അവർക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. ആ സ്ഥിതിയിലാണ് അവരിരിക്കുന്നത്. അവർക്ക് ജോലിയില്ല എന്നുണ്ടെങ്കിൽ ഈ കടയുടെ തിണ്ണയിലും ഒക്കെ വന്നിരുന്നാണ് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തതാണ്. ഇവിടെ ആൾക്കാർക്ക് കയറി വരികയോ മറ്റുള്ള ഒരു കാരണവശാലും ഇവിടെയുള്ള വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യുവാനോ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ഭക്ഷണം പോലും ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ വയ്യ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കാരണം ഈ വാട കാരണം കടയ്ക്കകത്ത് ഇരിക്കുകയോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വ്യാപാരമോ നേരത്തെ തന്നെ പകുതിയിൽ താഴെ വ്യാപാരമായി കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ ഉള്ള ബുദ്ധിമുട്ടുന്നത്. സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതാണ് അവസ്ഥ. കണ്ടില്ലേ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. ഈ പഞ്ചായത്തിലാണ്, ടൗണാണ്, ടൗണിലെ റോഡാണ്, ബൈ റോഡാണ്. എന്താണ് ഇവിടെ ഇവർക്ക് പോലും കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പവർ സ്റ്റോർസ് ഉണ്ട്, അപ്പുറത്ത് കുമാർ സ്റ്റോറുണ്ട്, കോടിയാർ സ്റ്റോറുണ്ട്, ഈ ടെക്സ്റ്റൈലുകളുണ്ട്. ഇവിടെ എല്ലാം ഈ മാലിന്യം കാരണം കച്ചവടം വളരെ കുറഞ്ഞു. ജനങ്ങൾ ഇങ്ങോട്ടേ വരുന്നില്ല. ശാന്തിഗിരി ആയുർവേദ വൈദ്യശാലയുടെ ഒരു ബ്രാഞ്ചുണ്ട്. എന്താണ് ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യണമെന്നാണ് നവകേരളയ്ക്ക് പറയാനുള്ളത്. കുട്ടികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളും ഈ റോഡിൽ ഉണ്ട്. ഇന്നിട്ട് ഇത്ര നാളായിട്ടും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങളല്ല, അത് ഈ പൊതുജനങ്ങൾ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഇതൊന്ന് ചെയ്ത് ശരിയാക്കി കൊടുക്കുക, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നവകേരള ന്യൂസാണ് പറയുന്നത്.